നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദം, ചോതി, വിശാഖം 1-2-3 പാദ നക്ഷത്ര ജാതകരുടെ 2026 ആണ്ട് വാർഷിക ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു തുലാക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 ആണ്ടിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. തുലാക്കൂറുകാരുടെ 2026 ചരരാശി ഗ്രഹസ്ഥതയിൽ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ശ്രദ്ധിച്ചാൽ, കേതു 11-ലും രാഹു 5-ലും വ്യാഴം 9-10 ഭാവങ്ങളിലും ശനി 6-ാം ഭാവത്തിലും സ്ഥിതി ചെയ്യും. ഇതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതികളും കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതനുസരിച്ച് 2026 ആണ്ട് ചിത്തിര 3-4 പാദം, തുലാക്കൂറിലെ ചിത്തിര 3-4 പാദ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങൾക്കാണ് സാധ്യത ഉണ്ടാകുക എന്ന് പരിശോധിച്ചാൽ, 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2026 മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ചിത്തിര 3-4 പാദ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും കടബാധ്യതകളും ഒക്കെ തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. അധികാരലബ്ധി, ഏതെങ്കിലും തരത്തിലുള്ളൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലി ഉള്ളവർക്ക് ഏതെങ്കിലും കുറച്ച് വിപുലമായ അധികാര മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക, തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, ഗൃഹലാഭം, വാഹനലാഭം, കുടുംബപരമായിട്ടുള്ള ക്ഷേമ ഐശ്വര്യങ്ങൾ, സന്തോഷ നിമിഷങ്ങൾ എന്നിവയിലൂടെ കടന്നു പോവുക, ദാമ്പത്യപരമായിട്ടുള്ള പ്രതിസന്ധികളും പണക്കങ്ങളും ഒക്കെ തീർന്ന് ഒരുമിക്കാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. എന്നാൽ സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലോ, സന്താനങ്ങളുടെ സ്വഭാവ വൈകൃതത്തിലോ, സന്താനങ്ങളുടെ പഠന വിഷയങ്ങളുള്ള പിന്നോട്ട് പോക്കിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ളൊരു മനോദുഃഖം ഉണ്ടായേക്കാം. സന്താനങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾക്കോ, അവരുടെ ചില പരീക്ഷാ വിഷയങ്ങളിലുള്ള പരാജയ ഭീതിയോ, സൽക്കർമ്മ വിഘ്നമോ തന്നെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. എന്നാൽ പോലും ഭാഗ്യാഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. ഈ നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസത്തിൽ വളരെയേറെ ഉന്നതി, ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന തരത്തിലേക്ക്, അനുമോദനങ്ങൾ വാങ്ങിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ വിഷയം കൊണ്ടുപോകാൻ പറ്റും. പിതാവിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ധർമ്മചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. വളരെ കാലമായിട്ട് മനസ്സിൽ വച്ചു പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാനിടയുണ്ട്. ശത്രുശല്യം കുറയും. കടബാധ്യതകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. രോഗവിഷയങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. കാര്യജയമുണ്ടാകുന്നതാണ്. ധനലാഭം, വ്യാധിനാശം, ആധിനാശം, വ്രണരോഗശമനം തുടങ്ങി വളരെ നല്ല ഫലങ്ങളാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ലഭിക്കുക. വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതി മുതൽ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 30-ാം തീയതി വരെ. ഇനി മെയ് മാസം 30-ാം തീയതി മുതൽ ഡിസംബർ മാസം 30-ാം തീയതി വരെ എങ്ങനെയായിരിക്കും ഫലങ്ങൾ? നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ സൽഫലങ്ങൾക്ക് നേരിയ മങ്ങലേൽക്കും. അത് പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആകെ മനസ്സ് അസ്വസ്ഥമാകുന്നൊരവസ്ഥ ഉണ്ടാകും. സ്ഥാനഭ്രംശം സംഭവിക്കാം. സ്ഥലം മാറ്റമോ, സ്ഥാനമാറ്റമോ, സ്ഥാപനമാറ്റമോ ഒക്കെ സംഭവിക്കാം. പുതിയ തൊഴിൽ മേഖലകൾ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. എന്തൊക്കെ ചെയ്താലും ഒരു അപമതിപ്പ്, ഒരു അധികാരഭ്രഷ്ട്, കാര്യവിഘ്നം എന്നിങ്ങനെയുള്ള തരത്തിലേക്ക് ഫലങ്ങൾ വഴിമാറും. ചുരുക്കി പറഞ്ഞാൽ ചിത്തിര 3-4 പാദം, തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദ നക്ഷത്രയാതർക്ക് 2026 പൊതുഫലം പറയുമ്പോൾ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 30-ാം തീയതി വരെ വളരെ നല്ല സമയമാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള സമയമെന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. തൊഴിൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ അലസതയോ അശ്രദ്ധയോ ഒന്നും പാടില്ല. വളരെയേറെ കരുതലോടുകൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടുന്നൊരു കാലഘട്ടമാണ്. ആ ഒരു വിഷയം
ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകില്ല. ഇനി ഇവരെ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് ദോഷപരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ദോഷപരിഹാരം ചെയ്താൽ മതി. ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, ദുർഗാദേവി അഥവാ ചാമുണ്ഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുങ്കുമാർച്ചന, ഗുരുപുഷ്പാഞ്ജലി, കടും പായസം പോലെയുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. എന്നാൽ 2026 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഇതാണ് 2026 ആണ്ടുഫലമായിട്ട് തുലാക്കൂറിലെ ചിത്തിര നക്ഷത്രം 3-4 പാദക്കാരെക്കുറിച്ച് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലം എന്ന് പറഞ്ഞാൽ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 30-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. അതോടൊപ്പം തന്നെ ചില നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സൽകീർത്തി വർദ്ധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാം. തൊഴിലിൽ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒന്നും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. പിതാവിൻ്റെ സന്തോഷത്തിന് പാത്രീഭൂതരാവുകയും പിതാവിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മാറും. ശത്രുക്കളുമായിട്ട് ഏകദേശം ഒരു കോംപ്രമൈസ് ആകുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാനുള്ള പരിശ്രമം വിജയിക്കും. രോഗദുരിതങ്ങൾക്ക് യുക്തമായിട്ടുള്ള ചികിത്സ ലഭിക്കുക വഴി രോഗശമനമുണ്ടാകും. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും കാര്യജയം പ്രതീക്ഷിക്കാം. ആദിവ്യാധി നാശങ്ങളുണ്ടാകും. വ്രണരോഗങ്ങൾക്ക് ശമനമുണ്ടാകും. അതായത് 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 30-ാം തീയതി വരെയുള്ള കാലഘട്ടം ഇവർക്ക് വളരെയേറെ ഭാഗ്യദായകമായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്യേണ്ടുന്ന ഒരു ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ശേഷം ഇവരുടെ എന്ന് പറയുന്നത് 2026 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ ഈ കാലഘട്ടത്തിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ വരാനിടയുണ്ട്. ആ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ വരാനിടയുള്ളത് കൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. തൊഴിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം, സ്ഥലം മാറ്റം, പുതിയ തൊഴിൽ മേഖലയിൽ വ്യാപരിക്കുക, അധികാരഭ്രഷ്ട്, കാര്യവിഘ്നം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ദോഷഫലങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. ഈ ദോഷപരിഹാരത്തിനായിട്ട് ഇവർ ചെയ്യേണ്ടത് 2026 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, അരയാലിന് കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുക. ഇതൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ ചിത്തിര 3-4 നക്ഷത്രക്കാരുടെ ഫലം പറഞ്ഞല്ലോ. അവർ ദോഷപരിഹാരം പറഞ്ഞ കൂട്ടത്തിൽ അവർ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്ന കാര്യം പറഞ്ഞു. ആ ചാമുണ്ഡി ക്ഷേത്രത്തിലെ വഴിപാട് നടത്തുന്നതിനോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസം രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തി അവിടെ കഴിയുന്നത്ര വഴിപാടുകൾ സമർപ്പിക്കുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി പരിഗണിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കോളും. അടുത്തത് വിശാഖ നക്ഷത്രം 1, 2, 3 പാദം. വിശാഖ നക്ഷത്രം 1, 2, 3 നക്ഷത്രത്തിനെ സംബന്ധിച്ച് 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 30-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം നേടുവാനുള്ള പരിശ്രമം വിജയിക്കും. ശത്രുക്കളുമായിട്ട് നല്ല നിലയിൽ രാജിയാകുന്നതാണ്. രോഗദുരിതങ്ങളിൽ നിന്നും ശമനം ലഭിക്കുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും കാര്യവിജയമുണ്ടാകുന്നതാണ്. ധനലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനങ്ങളും വിജയത്തിൽ കലാശിക്കുന്നതാണ്.
അതുപോലെ തന്നെ വ്രണസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ശമനം ഉണ്ടാകേണ്ടതാണ്. ഭാഗ്യത്തിൻ്റെ അഭിവൃദ്ധി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതിയും വിദ്യാഭ്യാസ ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ്. പിതാവിനെ കൊണ്ട് ചില ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹപ്രാപ്തി, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സൽകീർത്തിക്ക് വഴിയൊരുക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അധികാരസ്ഥാനത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. ദാമ്പത്യപരമായിട്ടും കാലം ഏകദേശം അനുകൂലമായിരിക്കും. പിന്നെ ചെറിയ നെഗറ്റീവ് വരിക എന്ന് പറയുന്നത് സന്താനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനോവിഷമം ഉണ്ടാകാം. സന്താനങ്ങളുടെ ആരോഗ്യമോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ ഒരു അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലമുണ്ടാകുന്ന സ്വഭാവ വൈകൃതമോ ഒക്കെ സംബന്ധിച്ച് ചില മാനസിക ബുദ്ധിമുട്ട് വരാം. സന്താനങ്ങളുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ വരാം. ഉദരസംബന്ധമായ രോഗങ്ങളും സൽക്കർമ്മവിഘ്നവും വിദ്യാഭ്യാസ വിഷയത്തിലോ ഏതെങ്കിലും മത്സര പരീക്ഷകളിലോ പരാജയ ഭീതിയും ഉണ്ടാകാം. പരാജയം ഉണ്ടാവുന്നില്ല, പരാജയ ഭീതി. അതിനെ മറികടക്കുവാൻ വേണ്ടുന്ന നല്ല ശ്രദ്ധയോടും ചിട്ടയോടും കൂടെയുള്ള പഠന രീതി അവലംബിച്ച് അതിൽ നിന്നൊക്കെ അതിജീവിച്ചു വരാൻ സാധിക്കുന്നതാണ്. ഇനി വിശാഖം 1, 2, 3 പാദ നക്ഷത്രം അതിരെ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2026 മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ചെയ്തു പോരേണ്ടുന്ന ദോഷപരിഹാര കർമ്മങ്ങൾ എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, സർപ്പക്ഷേത്രത്തിലോ രാഹുക്ഷേത്രത്തിലോ ദർശനം നടത്തുക, അവരെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നടത്തുക, നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. 2026 ജൂൺ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം കൂടെ ചേർന്ന് വരുമ്പോൾ മേൽപ്പറഞ്ഞ ദോഷപരിഹാരത്തിന് പുറമേ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥന ചെയ്യുക. ഈശ്വര പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ഒരു ആത്മബലം വർദ്ധിക്കുവാനും മനോവീര്യം വർദ്ധിക്കുവാനും അതുവഴി ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് കാര്യവിജയത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിരാശ ഭാവിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഏർപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിയല്ല. പരാജയ ഭീതിയും നിരാശയും ഒക്കെ ഒരു വഴിക്ക് വന്നോട്ടെ. ആ നിരാശയെയും പരാജയ ഭീതിയെയും ഒഴിവാക്കിക്കൊണ്ട് അതിൽ നമുക്ക് വിജയമുണ്ടാകണം, കാര്യം വിജയമുണ്ടാകണമെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടി പണിയെടുത്താൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വിജയവും നേട്ടവും ഭാഗ്യവും വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒരു മനോധൈര്യത്തിലൂടെ ഒരു ആത്മവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവുക. 2026 എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിരിക്കും. ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ 2026 വർഷത്തിൻ്റെ ആദ്യ പകുതി മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടം വളരെ ഗുണകരവും ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ളത് നേരിയ ദൗർഭാഗ്യങ്ങളും വരാനിടയുള്ളതായിരിക്കും. അതിൽ പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളിലായിരിക്കും ദൗർഭാഗ്യം വരാനിടയുള്ളത് എന്ന് മനസ്സിലാക്കി തൊഴിൽ മേഖലയിൽ വേണ്ടത്ര ശ്രദ്ധയും ജാഗ്രതയും കൊടുത്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.